ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ആൻഡ് കാൽക്കുലേറ്റിംഗ്. 2025 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 14ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. ഇ സന്തോഷ് കുമാറിനെ 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ് ആണ്. ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കറ എന്ന നോവലിനാണ് 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ചത്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹമാക്കിയ കൃതി തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. സാറ ജോസഫിന് പുരസ്കാരത്തിന് 2023 അർഹമാക്കിയ കൃതിയാണ് കറ എന്ന നോവൽ. 2025 ജനുവരിയിൽ അന്തരിച്ച വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ കന്നഡയിൽ അടയാളപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകനാണ് കെ ഗംഗാധരൻ. 2025 ജനുവരിയിൽ അന്തരിച്ച വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ കന്നഡയിൽ അടയാളപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകനാണ് കെ ഗംഗാധരൻ. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം നേപ്പാളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം നേപ്പാളാണ്. എവറസ്റ്റ് കയറുന്നവർക്കുള്ള പെർമിറ്റ് ഫീസാണ് നേപ്പാൾ 36% വർദ്ധിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം നേപ്പാളാണ്. വിർജിൻ കോക്കനറ്റിന് GI ടാഗ് ലഭിച്ച ജില്ല നിക്കോബാർ ജില്ലയാണ്. വിർജിൻ കോക്കനറ്റിന് GI ടാഗ് ലഭിച്ച ജില്ല നിക്കോബാർ ജില്ലയാണ്. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജസീന്ത ആർഡേൻ ആണ്. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡേൻ രചിച്ച പുസ്തകമാണ്. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജസീന്ത ആർഡേൻ ആണ്. ജസീന്ത ആർഡേന്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകം. ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡേൻ രചിച്ച പുസ്തകമാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന പുസ്തകം. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ സംവിധാനമാണ് പ്രോജക്റ്റ് ക്രഷ് സംവിധാനം. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ സംവിധാനമാണ് പ്രോജക്റ്റ് ക്രഷ് സംവിധാനം. ഈ പദ്ധതി ആവിഷ്കരിച്ചത് കേരള സഹകരണ വകുപ്പാണ്.
ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം നീക്കം ചെയ്യണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശ്. ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം നീക്കം ചെയ്യണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ്. ഇന്ത്യൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ് ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസൺ ആണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 പുരുഷ സിംഗിൾസ് വിഭാഗം കിരീട ജേതാവ് ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസൺ ആണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ദക്ഷിണ കൊറിയയുടെ ആൻ സേ യുങ് ആണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 വനിതാ സിംഗിൾസ് വിഭാഗം കിരീട ജേതാവ് ദക്ഷിണ കൊറിയയുടെ ആൻ സേ യുങ് ആണ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് വേദിയായത് ന്യൂഡൽഹിയുമാണ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 വേദിയായത് ന്യൂഡൽഹി. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 പുരുഷ വിഭാഗം ചാമ്പ്യനായത് ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസൺ. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2025 വനിതാ സിംഗിൾസ് വിഭാഗം ജേതാവ് ദക്ഷിണ കൊറിയയുടെ ആൻ സേ യുങ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് ഇന്ത്യയാണ്. 2025 പുരുഷ വിഭാഗം ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ എം മോഹനാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടർ എം മോഹനാണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ മുൻ ഡയറക്ടർ ശ്രീ വി നാരായണനാണ്. അദ്ദേഹം ISRO ചെയർമാനായി നിയമിതനായതിനെ തുടർന്നാണ് എം മോഹനെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ പുതിയ ഡയറക്ടറായിട്ട് നിയമിച്ചത്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് എം മോഹൻ. ഈയിടെ ടിക്ടോക്കിന് നിരോധനം പിൻവലിച്ച രാജ്യം അമേരിക്കയാണ്. ടിക്ടോക്ക് നിരോധനം അടുത്തിടെ പിൻവലിച്ച രാജ്യം അമേരിക്ക. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29-നാണ്. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം നടന്നത് 2025 ജനുവരി 29-നാണ്. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം NVS-02 ആണ്. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹമാണ് NVS-02. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റാണ് GSLV F-15 എന്ന റോക്കറ്റ്. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് GSLV F-15 ആണ്. 2025 ജനുവരിയിൽ ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയയിൽ. 2025 ജനുവരിയിൽ ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയയിൽ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. 2025
റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. 2025 ജനുവരി 26 ദേശീയ തലസ്ഥാനത്ത് നടന്ന ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എത്ര പ്രത്യേക അതിഥികളെയാണ് ക്ഷണിച്ചത്? 10,000 പ്രത്യേക അതിഥികളെ. 2025 ജനുവരി 26 ദേശീയ തലസ്ഥാനത്ത് നടന്ന ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എത്ര പ്രത്യേക അതിഥികളെയാണ് ക്ഷണിച്ചത്? 10,000 പ്രത്യേക അതിഥികളെ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭനാണ്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ടി പത്മനാഭനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേളയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേളയാണ്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് 4ാം റാങ്കാണ്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് 4ാം റാങ്കാണ്. 1ാം സ്ഥാനത്ത് അമേരിക്കയും 2ാം സ്ഥാനത്ത് റഷ്യയും 3ാം സ്ഥാനത്ത് ചൈനയുമാണ്. ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് 2025 ജേതാക്കൾ ഇന്ത്യ.